ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഹോട്ടലിൽ രാത്രി ചെക്ക് ഇൻ ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഇരുട്ടായത് കാരണം കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ ക്യാൻറ്റീനിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണത്. ക്യാൻറ്റീനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഒരു ടുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറോളം ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നമുക്ക് കൊളംബോയിലേക്ക് തിരിച്ചുള്ള ബസ്സുണ്ട്. ആ ബസ്സിൽ പോകണം. എന്നിട്ട് കൊളംബോയിലെ കാഴ്ചകൾ കാണാൻ ഒരു 2 മണിക്കൂർ ടൈം കിട്ടും. അതിൻ്റെ ഉള്ളിൽ വേഗം കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിലേക്ക് 10:50 ഇന്ന് നമുക്ക് മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഒരു 8 മണിക്കെങ്കിലും എയർപോർട്ടിൽ റീച്ച് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൊളംബോയിലെ ക്യാൻറ്റീനിലെ കാഴ്ചകളിലേക്ക് ഇന്ന് നേരിട്ട് പോവാം. അങ്ങനെ റൂം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം കിട്ടിയതാണ്. ഇത് ഇങ്ങനെ ഒരു ബാൽക്കണിയാണ്, കോമൺ ബാൽക്കണിയാണ്. പുറത്ത് കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ ഉള്ളിൽ കയറും. നല്ലൊരു നല്ലൊരു ഫ്ലാറ്റ് കിട്ടി. ഒരു ഫ്ലാറ്റ് അല്ല, ഒരു ഹോട്ടൽ തന്നെയാണ്. റൂം നല്ല വിശാലമായ ബാത്റൂമാണ്. നോർമൽ സൗകര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1050 രൂപയാണ് INR, ഇന്ത്യൻ റുപ്പി 1050 രൂപയാണ് ഒരു രാത്രിക്ക് നമുക്ക് ഈ ഹോട്ടലിലായത്. ഇനി ബാഗുകളൊക്കെ പാക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു വണ്ടി താഴത്തെ റിസപ്ഷനിൽ വെക്കാം. എന്നിട്ട് ഓട്ടോറിക്ഷയിൽ നമ്മൾ പോയിട്ട് കണ്ടിട്ട് കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ വരണം. എന്നിട്ട് ബാഗ് എടുത്ത് നമ്മൾ ഇനി കൊളംബോയിലേക്ക് പോകാനുള്ള യാത്ര തുടങ്ങണം. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു റൂം ഉണ്ടായിരുന്നത്. എൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഓക്കെ, ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് പോവാം. ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അവിടെ ഒരു ഓട്ടോറിക്ഷ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന അവിടെ സ്റ്റാച്യു ഉണ്ട്, ബുദ്ധ സ്റ്റാച്യു. അതിൻ്റെ താഴത്തേക്ക് പോകണം. ബുദ്ധ സ്റ്റാച്യു. അതിൻ്റെ താഴത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രിസൺ ഉണ്ട്. ഒരു ക്യാൻഡി വ്യൂ പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അങ്ങനെ ഒരു 4-5 സ്ഥലം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊരു ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചായയൊക്കെ പാലിലല്ല ഉണ്ടാക്കുന്നത്, പാൽപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഫ്രഷ് മിൽക്കിലല്ല, പാൽപ്പൊടിയിലാണ് എല്ലാവരും ചായ ഉണ്ടാക്കുന്നത്. ഹോട്ടലിലായാലും ശരി, അതേപോലെ നമ്മുടെ ഇതേപോലെ റൂമുകളിൽ എടുക്കുകയാണെങ്കിൽ ശരി, നമുക്ക് ചായ കിട്ടും, പാൽപ്പൊടി ചായ കിട്ടും. അപ്പോൾ ഇതൊരു ക്ലിഫില് ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഹോട്ടലുള്ളത്. അപ്പോൾ ഒരു ഹോട്ടല് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. Cloudy. Yeah, cloudy. Yes. So I No explain problem. you about in Kandy. Kandy Yeah, is okay. the second largest city in Sri Lanka. Okay. Now you have come to Kandy, Okay. and then this is up country, central of the province, and this is the center of the island. Okay. And so now you have come to Kandy. Kandy is the second largest city, last capital city in Sri Lanka. So now here you can see a lot of foreigners, they come, they start the journey from Kandy. But Kandy is very important place. You can see some nice mountain range, the green color nature, Yeah. nice colorful temples, and lot of history of lot of things you can see from Kandy. Kandy is a very workful place to visit and lot of things to see, and you can take a lot of information. Okay, so then we will start the journey. Yeah, okay. Thank you. You can start.
മൗണ്ടന്റെ മുകളിലാണ് നമ്മളുടെ ഹോട്ടലുള്ളത്. ഹോട്ടലിൽ നിന്ന് കാൻഡി ടൗണിലേക്ക് ഇറങ്ങും. കാൻഡി ടൗണിൽ നിന്നാണ് മറ്റു കാഴ്ചകളിലേക്ക് പോകുന്നത്. Your good name, sir? My name? Yeah. My name is Terence. Terence. Terrace. Terence. Terrace. Oh, Yes. okay. നമുക്കൊരു ടിക്കർ എന്ന് ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ക്യാൻഡിയെ കുറിച്ച്. ക്യാൻഡി എന്ന് പറയുന്നത് നമ്മളൊരു ശ്രീലങ്കയിൽ തന്നെ ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സെൻട്രൽ പ്രൊവിൻസ് ആണ്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല സദേൺ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ്, അങ്ങനെ ഇതാണ് സെൻട്രൽ പ്രൊവിൻസ് വരുന്നത്. അപ്പോൾ ഈ ക്യാൻഡിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടും അതേപോലെ നാച്ചുറലായിട്ടും ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് വരുന്നത് ഇതാണ് ക്യാൻഡിയിലെ ഗവൺമെൻറ് ബസ് സ്റ്റോപ്പ്. അതിന് തൊട്ട് ചാരിയിട്ട് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റോപ്പും ഉള്ളത്. ക്യാൻഡി ടൗൺ എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗണാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാൻഡി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പറഞ്ഞല്ലോ, ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അത് വന്ന് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വന്ന് വണ്ടി തിരിച്ച് വേറെ റൂട്ടിലൂടെ പോകണം. അങ്ങനെയാണ് എല്ലാ എന്ന പടുല എന്ന റൂട്ടിലേക്കുള്ള ട്രെയിൻ സർവീസ്. താൽക്കാലിക ട്രെയിൻ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ്. നോ, കേരള, മലയാളം. ഇതൊരു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. ഒരു ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഗണേഷ് ടെമ്പിളാണ്. ഇതാണ് ഇവിടുന്ന് എത്തിയത്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ അവിടെയായിരുന്നു. നമ്മൾ കാണാൻ വന്നത് ഈ ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു ക്യാൻഡീൻ, ശ്രീലങ്കയിൽ തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധ സ്റ്റാച്യു ആണ്. ഏറ്റവും ഹൈറ്റിലുള്ള ബുദ്ധ സ്റ്റാച്യു ഇതാണ് പറയുന്നത്. ഡ്രൈവർ നമ്മൾ കാഴ്ചകൾ കാണിച്ചു തരാൻ കൂടെ ഉണ്ട്. Yes, sir. So that is the oldest prison in Kandy. Yeah. We call Bogambara prison. Bogambara prison. 1876 they opened this one, sir. Okay. Now over 149 years old. So they are 5 years before they shifted the jail out of the city. In the future, there's going to be a tourism information center and a hotel. Okay. So next time you come, my dear friend, you can stay in the jail room. I can come visit you. Okay. It's a big area, about 2 acres. Okay. And opposite that, you can see the playground, the rugby football ground. We call Bogambara Stadium. We can visit now that? No, now they want to visit that. Okay. And this is the Kandy Lake, and you can see Kandy the small Lake. island. Okay. And the white building is the old British building. We call Hotel Queens. Okay. Over 205 years old. That's the Tooth Temple. You can see the tree roof with the center gold color roof. So that's the place Buddha left tooth escape protection place. Okay. And there's covered with 7 caskets on the door. Okay. So Buddha tooth escape. Only you can see the castle, you can see the Buddha tooth. Okay. And you are entering to the temple, they are charging 2,000 rupees a ticket to go to the place. Visit the place. Okay. And opposite that they have a old King's Palace, the white one, long one. Okay, you can see that. Yes, that is over 600 years, and now they are using for the museum. Okay. And so this is the main street, and they have some street, Colombo Street, King Street. And normally 160,000 people are like living in Kandy, like 67% Buddhist religion, and 45% Muslims, and 35% Muslims, 35% Hindu religion, and 27% Catholics. And every religion they're living together, and they go temples together, and we are very peaceful. Yes, very nice. That's very good. So now we are coming to this mountain we call Bhairokanda mountain, the name of this mountain. Okay. On the city level, 850 meters high. പിന്നെ അവർ പറഞ്ഞത് അത് ആ കാണുന്നത് ഒരു ജയിലാണ്. അത് 140 വർഷം പഴക്കമുള്ള ഒരു ജയിലാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അത് ഇനി മുതൽ ഫ്യൂച്ചറിലേക്ക് അത് ഒരു ഗവൺമെന്റിന്റെ വക ഒരു ഹോട്ടലാക്കി മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അത് കാണുന്നത് ക്യാൻഡി ലൈക്കാണ്. ക്യാൻഡി ലൈക്ക്, പിന്നെ അതൊരു ബുദ്ധന്റെ പല്ല് സൂക്ഷിച്ച ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു മൗണ്ടൻ ഏരിയയാണ്, ഫുള്ളും മൗണ്ടൻ, നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ബുദ്ധ ടവറാണ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ലാർജസ്റ്റ് ബുദ്ധ ടവറാണ് ക്യാൻഡിയിലുള്ളത്. 300 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ ഉണ്ട്. ചെറിയ ചാർജ് ഉണ്ട് എൻട്രി ഫീ. അപ്പോൾ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറാം. അവിടെ ഉള്ളിൽ കയറിയ ഹോൾ സിറ്റി മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഷൂ ഇവിടെ ഇടാൻ പറ്റില്ല, ഷൂ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
അപ്പോൾ അവിടെ ചെറിയൊരു കൗണ്ടർ ഉണ്ട് ഷൂവിൻ്റെ. അപ്പോൾ നമ്മൾ ഊരി കൊടുത്തു. ഈ പടികൾ കയറണം. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. 300 രൂപ. അതിൻ്റെ റെസിപ്റ്റ് വന്നു. ഇതാണ് സ്റ്റാച്ചു. ഇത് ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. ബുദ്ധയുടെ സ്റ്റാച്ചുവിൻ്റെ മുകളിലേക്ക് പോവാന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സോണിയർ ഷോപ്പ് ഉണ്ട്. നമുക്ക് ഡൊണേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ നമുക്ക് കാണിക്ക വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കിറ്റ് വാങ്ങാൻ പറ്റും. വിശ്വാസികളാണെങ്കിൽ അത് കാണിക്ക വാങ്ങിയിട്ട് കിറ്റ് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോകണം. കയറി വരുമ്പോൾ തന്നെ അതൊരു പൂർണ്ണമായിട്ടും ഗോൾഡൻ സ്വർണത്തിൽ നിർമ്മിച്ച ഒരു ബുദ്ധൻ്റെ ശില്പം അവിടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാം. ക്ലോസ് ആണ്. മെയിൻ എൻട്രൻസ് അപ്പുറത്തൂടെ വരുന്നത്. ഇത് ഈ ഫ്രണ്ട് എൻട്രൻസ് മാത്രമാണ്. നമ്മളൊരു ബാലൻ സന്യാസിനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്യാസികൾ വരുന്ന സ്ഥലം കൂടിയാണ് ബുദ്ധ സന്യാസികൾ. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങളിൽ ബുദ്ധ മതം കൂടുതൽ ഉള്ള രാജ്യങ്ങളിലൂടെയാണ്. വിയറ്റ്നാം, തായ്ലാൻഡൊക്കെ. നമുക്ക് കൂടുതൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു മുകളിലേക്ക് കയറുന്ന ഒരു പാതയുടെ പകുതി എത്തിയിട്ടുണ്ട്. ഇതാണ് മുകളിലേക്ക് കയറുന്നത്. നമുക്ക് ഗൈഡ് ഇങ്ങോട്ടില്ലാത്ത കാരണം കൊണ്ട് എന്തൊക്കെയാണെന്ന് വിവരിച്ചു തരാൻ പറ്റുന്നില്ല. നമുക്ക് ഓട്ടോറിക്ഷ ഉള്ളിലേക്കുള്ള പ്രവേശനമല്ല. അത് നമ്മളവിടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ഇറക്കി തരരുത്. മുകളിലേക്ക് കയറണം. അപ്പോൾ ബുദ്ധ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിൽ മാക്സിമം എത്താവുന്ന ലെവൽ ഇതാണ്. ഇത് പുറകുവശമാണ്. നേരത്തെ നമ്മൾ കണ്ട മുൻവശത്തായിരുന്നു. ഇത് പഗോഡകളാണ്. ക്യാൻഡിലേക്ക് നേരത്തെ പറഞ്ഞ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഫ്രണ്ട് കിട്ടില്ല, നമ്മൾ ബാക്ക് വശത്താണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് താഴത്തുനിന്ന് കാണുന്ന വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ഫുൾ പടികളാണ്. വെള്ളമുള്ളത് കാരണം കൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. 300 ലങ്ങർ റുപ്യാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് പെർ ഹെഡ്. ഇത് ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബുദ്ധ മണശ്രീ പ്രാർത്ഥനാ മുറിയാണ്. പ്രാർത്ഥനകളും യോഗങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് ചെറിയ കുട്ടി സന്യാസിമാർ നമ്മൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം. ക്യാൻറ്റീനിലെ അടുത്ത കാഴ്ചകൾ കാണാം. ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഒരു പഗോഡയിലേക്കാണ്.
ഇവിടെ ബുദ്ധമതക്കാര്, ഹിന്ദു മതക്കാര്, ലാറ്റിൻ കത്തോലിക്ക്, മുസ്ലിംസ് ഇവരൊക്കെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് കാൻഡി എന്ന ഈ ഒരു പ്രൊവിൻസിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അസ്ഗരിയ പഗോഡയാണ്. അസ്ഗരിയ പഗോഡ എന്ന് പറയുന്നത് ഏറ്റവും കാൻഡിയിലെ ഏറ്റവും വലിയ പഗോഡയാണെന്നാണ് പറയുന്നത്. 30-31 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൽ മ്യൂസിയം ഉണ്ട്, അതേപോലെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്, പിന്നെ ഒരു പഗോഡ. ഇവിടുത്തെ ഏറ്റവും വലിയ ചീഫായിട്ടുള്ള ബുദ്ധാചാര്യൻ താമസിക്കുന്നത് ഇവിടെയാണ്. 2,500 dances, performances, changes. So, streets are closed from, no? So where is the Street. മ്യൂസിയത്തിൽ പുരാതനമായിട്ടുള്ള കുറേ അവരുടെ ബുദ്ധപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും ഉള്ളത്. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. അത് മെഡിറ്റേഷൻ ഹാളാണ്. ഇവിടെ 5 ബുദ്ധ ഉണ്ട്. ഈ 5 ബുദ്ധ എന്ന് പറയുന്നത് വിവിധങ്ങളായ മരങ്ങളിലാണ് കൊത്തിയിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് മരങ്ങളിൽ കൊത്തുപണി ചെയ്തതാണ്. ഈ ഒരു ഹാള് മൊത്തം വുഡൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പ്രധാന ഡോറും ഇതെല്ലാതും വുഡൻ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു സന്യാസി മഠം കൂടിയാണ്. ഇവിടെയും ഒരുപാട് സന്യാസിമാർ ഇവിടെ പ്രാർത്ഥനയ്ക്കും ഇതിനൊക്കെ വരുന്നതും താമസിച്ച് പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതേപോലെ സന്യാസി ശ്രേഷ്ഠൻ്റെ വാസസ്ഥലം കൂടിയാണ് അവിടെ. ശ്രീലങ്കയിൽ തന്നെ ഏറ്റവും വലിയ നദിയായ മഹാവേലിഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 335 കിലോമീറ്ററോളം നീളത്തിൽ പരന്ന് കിടക്കുന്ന ഏറ്റവും വലിയ നദിയാണ്. പല വിധത്തിലുള്ള രത്നങ്ങളും വൈരങ്ങളും ഈ നദീതീരത്തിൽ സമ്പുഷ്ടമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ രത്നങ്ങളും വൈരങ്ങളും എല്ലാം ശേഖരിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയുടെ കാഴ്ചകൾ കാണാം.